ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ബി.ജെ.പി നടത്തുന്ന സ്നേഹയാത്ര ക്രിസ്ത്യൻ ദേവാലയങ്ങളിലും പുരോഹിതന്മാരുടെ അടുത്തേക്ക് എത്തുമ്പോഴും വളരെ തണുത്ത പ്രതികരണമാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അവരവിടെ സുരേന്ദ്രനെ കയറ്റുന്നില്ല എന്ന് മാത്രമല്ല, ഇത്തരത്തിലുള്ള ഒരു സ്നേഹയാത്ര കൊണ്ട് എന്താണോ ബി.ജെ.പി ഉദ്ദേശിക്കുന്നത് അത് നടക്കാതിരിക്കുന്ന അവസ്ഥയിലേക്ക് വരെ കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ്. പക്ഷെ ഇക്കാര്യത്തിൽ കെ.പി.സി.സിക്കും കെ സുധാകരനും ഒക്കെ തന്നെ വലിയ ടെൻഷൻ ഉണ്ടെന്ന് തോന്നുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവരുടെ കൂടെ നിൽക്കുന്ന ക്രിസ്ത്യൻ വോട്ടുകൾ നഷ്ടപ്പെട്ടാലോ എന്ന ആശങ്കയിൽ കെ.പി.സി പ്രസിഡന്റ് വല്ലാതെ വിരളി പിടിച്ച് ഓടി നടക്കുകയാണ്. നേരത്തെ തന്നെ ന്യൂനപക്ഷങ്ങൾ കോൺഗ്രസിൽ നിന്ന് വിട്ടുപോകാനൊക്കെ നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇനി ക്രിസ്ത്യൻ വോട്ടുകൾ കൂടി നഷ്ടപ്പെട്ടാൽ അത് വലിയ പ്രശ്നമാകുമെന്ന് തിരിച്ചറിഞ്ഞ കെ സുധാകരൻ കഴിഞ്ഞ ദിവസം തന്നെ ചില കാര്യങ്ങൾ വ്യക്തമാക്കിയിട്ടുണ്ട്. അതിൽ പറയുന്ന കാര്യങ്ങൾ ഇങ്ങനെയാണ്: റബ്ബർ വില 200 രൂപയാക്കുമെന്ന് മോഹിപ്പിച്ചും കുരിശുമല കയറിയും ക്രിസ്മസ് കേക്കുമായി വീടുകളിൽ കയറി ഇറങ്ങിയും ക്രൈസ്തവരെ പാട്ടിലാക്കാൻ കേരളത്തിൽ ബി.ജെ.പിക്കാർ ഓടി നടക്കുകയാണ്. മണിപ്പൂരിലെ ക്രിസ്ത്യാനികളുടെ കൂട്ടക്കൊല നടന്നപ്പോൾ കേരളത്തിലെ ബി.ജെ.പിക്കാർ ഓടി ഒളിച്ച് ആട്ടിൻ തോലിട്ട ചെന്നായുടെ തനി സ്വരൂപം പ്രദർശിപ്പിച്ചു. മണിപ്പൂരിലും രാജ്യവ്യാപകമായും ക്രൈസ്തവർക്കെതിരെ സംഘപരിവാരങ്ങളുടെ ആക്രമണം തുടരുന്നതിനിടയിലാണ് കേരളത്തിൽ മാത്രം അവർ വീണ്ടും സ്പെഷ്യൽ ന്യൂനപക്ഷ ക്ഷേമം വിളമ്പുന്നതെന്നാണെന്ന് സുധാകരൻ പറയുന്നത്. അപ്പോൾ ഇതിന്റെ ഉദ്ദേശം വ്യക്തമാണ്. കാരണം ഇവിടെ കേരളത്തിൽ കെ.പി.സി.സിക്ക് ക്രിസ്ത്യൻ വിഭാഗത്തിലേക്ക് ബി.ജെ.പി വോട്ടുകൾ പോയി കഴിഞ്ഞാൽ വലിയ തിരിച്ചടിയാകും എന്ന ബോധ്യം തുടക്കത്തിലേ ഉണ്ട്. അതുകൊണ്ട് ആട്ടിൻ തോലിട്ട ചെന്നായിയായാണ് ബി.ജെ.പി ഇപ്പോൾ അവർ കണ്ടുകൊണ്ടിരിക്കുന്നത്. ന്യൂനപക്ഷത്തിന്റെ വോട്ട് നേരത്തെ തന്നെ നഷ്ടപ്പെടും എന്ന സാഹചര്യത്തിൽ എത്തി നിൽക്കുന്നതിനിടയിലാണ് ബി.ജെ.പിയുടെ ഈ സ്നേഹയാത്ര ക്രിസ്ത്യൻ സമൂഹത്തിലേക്കും ക്രിസ്ത്യൻ സമൂഹത്തിന്റെ സഭകളിലേക്കും അവിടെ പുരോഹിതന്മാരെ കാണുന്ന അവസ്ഥയിലേക്കും പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു സമയത്ത് ഇത്തരത്തിലൊരു യാത്ര നടത്തിയാൽ കോൺഗ്രസിന് അത് വലിയ തിരിച്ചടിയാകും എന്ന ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ കെ സുധാകരൻ തന്നെ നേരിട്ട് ഇക്കാര്യത്തിൽ പ്രതികരണവുമായി രംഗത്തെത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കേരളത്തിലെ ബി.ജെ.പിയെ ഒരു തരത്തിലും ക്രിസ്ത്യൻ സമൂഹമായി അടുപ്പിക്കരുത്, അതങ്ങനെ അടുത്തു കഴിഞ്ഞാൽ അത് വിനയാകുക കോൺഗ്രസിനാണ് എന്ന ബോധ്യം കെ.പി.സി അധ്യക്ഷനുണ്ട്. അതുകൊണ്ടാണ് അദ്ദേഹം ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത്. അതുകൊണ്ട് ന്യൂനപക്ഷങ്ങളുടെ വോട്ട് നഷ്ടമാകുന്നതിനൊപ്പം തന്നെ ക്രിസ്ത്യൻ വിഭാഗത്തിന്റെ വോട്ട് കൂടി നഷ്ടപ്പെട്ടാൽ കാര്യങ്ങൾ കയ്യിൽ നിന്ന് പോകും എന്ന ഉറപ്പിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ കെ സുധാകരൻ വിരളി പിടിച്ച് ഇത്തരത്തിലൊരു പ്രഖ്യാപനമൊക്കെ നടത്തിയിരിക്കുന്നത്. ഒരു പക്ഷേ കെ.പി.സി.സി അധ്യക്ഷന്റെ നേതൃത്വത്തിലുള്ള മറ്റൊരു സ്നേഹയാത്ര കൂടി നമ്മൾ ഇനി ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് കാണേണ്ടി വരും. ആ തെരഞ്ഞെടുപ്പിന് മുൻപ് ഇതേപോലെയുള്ള ക്രിസ്ത്യൻ വിഭാഗവുമായി ഇവർ തന്നെ സംസാരിച്ച് കാര്യങ്ങളൊക്കെ ഉറപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. കാരണം വരാൻ പോകുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ കോൺഗ്രസ് എംപിമാർക്ക് വളരെ നിർണായകമായ കാര്യമാണ്. കാരണം നിലവിലെ അവസ്ഥയിൽ അവർ എത്രത്തോളം അവർ സുരക്ഷിതരല്ല എന്ന കാര്യം അവരുടെ കനകോലിന് പോലും ബോധ്യമുണ്ട്. അതുകൊണ്ട് ഇത്തവണ 20-ൽ 18 എന്ന് പറയുന്ന സീറ്റിൽ നിന്ന് 10 ഇല്ലെങ്കിൽ അതിലും താഴേക്ക് പോകുന്ന അവസ്ഥയിലേക്ക് ചിലപ്പോൾ കോൺഗ്രസിന് ഉണ്ടായേക്കാം എന്ന വിലയിരുത്തലും അവർക്കുണ്ട്. അതുകൊണ്ട് ക്രിസ്ത്യൻ വിഭാഗത്തിന്റെ വോട്ട് നഷ്ടമാകുന്നത് കാണാൻ അദ്ദേഹത്തിന് പറ്റില്ല. അതുകൊണ്ടാണ് കെ സുരേന്ദ്രനെ തുടക്കത്തിലെ എതിർത്തുകൊണ്ട് അദ്ദേഹം രംഗത്ത് വന്നിരിക്കുന്നത്. ഏതായാലും ബി.ജെ.പി നടത്തുന്ന ഈ സ്നേഹയാത്രയ്ക്ക് കെ.പി.സി.സിക്കും കോൺഗ്രസിനും ഒക്കെ തന്നെ ഒരു വലിയ തലവേദനയായി മാറുന്നുണ്ട്. അവരുടെ സ്ഥിരം വോട്ട് ബാങ്കായി നിൽക്കുന്ന ക്രിസ്ത്യൻ വോട്ടുകൾ മാറിക്കഴിഞ്ഞാൽ അത് വരാൻ പോകുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ കാര്യമായി ബാധിക്കും എന്ന കാര്യം ഉറപ്പാണ്. അതുകൊണ്ട് ഈ ഒരു യാത്ര ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയാത്ത നിലപാടാണെന്നും ഒപ്പം തന്നെ ക്രിസ്ത്യൻ വിഭാഗം ദയവായി ബി.ജെ.പിയുടെ ഈ വാക്കുകളിൽ വീണു പോകരുതെന്നുമാണ് കെ സുധാകരൻ തന്നെ നേരിട്ട് അഭ്യർത്ഥിച്ചിരിക്കുന്നത്. അത്തരത്തിൽ വലിയ വെല്ലുവിളി ബി.ജെ.പിയുടെ ഭാഗത്ത് നിന്നുണ്ടാകുന്നു. ക്രിസ്ത്യൻ വോട്ടുകൾ നഷ്ടപ്പെടുമോ എന്ന ആശങ്കയിൽ കെ സുധാകരൻ തന്നെ നേരിട്ട് ക്രിസ്ത്യൻ വിഭാഗത്തിന് അനുകൂലമായ പ്രസ്താവനയുമായി രംഗത്തെത്തിയിരിക്കുകയാണ്. എന്തായാലും വരാൻ പോകുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് ക്രിസ്ത്യൻ വിഭാഗങ്ങളുടെ വോട്ടുകൾ ബി.ജെ.പിയിലേക്ക് പോകുന്നത് അംഗീകരിക്കാൻ കഴിയാത്ത, അല്ലെങ്കിൽ അങ്ങനെ പോയി കഴിഞ്ഞാൽ അത് കോൺഗ്രസ് ഉണ്ടാകുന്ന നഷ്ടം പൂർണ്ണമായും ബോധ്യമുള്ള നമ്മുടെ കെ.പി.സി.സി പ്രസിഡന്റ് വലിയ ആശങ്കയിലാണ് എന്ന് പറയേണ്ടി വരും.